ഹലോ ഹലോ പറയൂ. നമസ്കാരം. ഞാൻ ബോംബെന്നാ വിളിക്കുന്നത് കേട്ടോ. ഞാൻ നിങ്ങളോടുണ്ടല്ലോ, ഞാൻ ഏഷ്യനെറ്റ് തുടങ്ങിയ കാലം തൊട്ട് ഏഷ്യനെറ്റിനെ ബഹുമാനിക്കുന്നതും കാണുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ജോലിയും കഴിഞ്ഞു വന്നിട്ടുണ്ടല്ലോ, ടി വി വെച്ചാൽ ഓഫ് ചെയ്യാനാ തോന്നുന്നു. അത് ബോംബെ മലയാളികളല്ല, അത് മലയാളം ചാനൽ ഓഫ് ചെയ്യാൻ നോക്കുവാണ്. എന്തുവാ ഇതൊന്നും നിർത്തിക്കൂടെ? ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ, തെളിയിച്ചിട്ട് അവന് ശിക്ഷ കിട്ടട്ടെ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടി വി കാണാൻ നിങ്ങൾക്ക് തന്നുകൂടെ? മാഡം ഞങ്ങൾ ഇത് റിസപ്ഷനാണ്. റിസപ്ഷൻ ആണ്. നിങ്ങൾ എനിക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാ. എനിക്കിത് പറഞ്ഞേ പറ്റും. ഞങ്ങൾ കേബിളിന് പൈസ കൊടുത്തിട്ട് നാട്ടിലെ ഒരു ന്യൂസ് കാണാൻ തുടങ്ങുമ്പോ ഒരു ദിലീപ് ഒരു 1.5 മാസം ഉണ്ട്. മടുത്തു ഞങ്ങൾക്ക്. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി തെളിയിക്കട്ടെ, എന്നിട്ട് മുമ്പിൽ കൊണ്ടുവരാണ്. മാഡം ഒന്ന് ഹോൾഡ് ചെയ്യാമോ? ഹോൾഡ് ചെയ്യാം. ഹലോ. മാഡം, ഞാൻ ബോംബെ എന്നുള്ള ഒരാളാണ് വിളിക്കുന്നത്. നോക്കൂ, ഞാൻ ഏഷ്യനെറ്റ് തുടങ്ങിയ കാലം തൊട്ട് ചാനൽ കാണുന്ന ഒരു വ്യക്തി. ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന ഏഷ്യനെറ്റ് ചാനലാണ്. ഇപ്പൊ ജോലിയും കഴിഞ്ഞ് ഞങ്ങൾ ബോംബെയിലുള്ള മലയാളികൾ വന്നാൽ ഞങ്ങളെല്ലാം ടി വി ഓഫ് ചെയ്യുക. നിങ്ങൾക്കിത് പ്ലീസ് ഒന്ന് നിർത്തിക്കൂടെ? ഈ ദിലീപിന്റെ ഇത് ഞങ്ങൾ 300 രൂപ ഇവിടെ കൊടുക്കുന്നുണ്ട് കേബിളിന്. ഞങ്ങൾ ഇത് കാണാനാണോ കേബിളിന് പൈസ കൊടുക്കുന്നത്? ഞങ്ങൾക്ക് ഒരു ന്യൂസ് കാണാൻ പറ്റുന്നില്ല. ഒരു ദിലീപും ഉണ്ട്, ഒരു കാവ്യമാധവനും ഉണ്ട്. ഇതേ ഉള്ള നാട്ടില്. നിങ്ങൾക്ക് അതൊന്നും അവരുടെ ഒരു ടോപ്പിക് ഒന്ന് നിർത്തിക്കൂടെ? മാഡം, ഞാൻ പറയുന്നത് കേൾക്കൂ. ദിലീപിന്റെ പ്രശ്നമായിരുന്നില്ലല്ലോ ചർച്ച. എല്ലാം ഞാൻ ചോദിക്കട്ടെ. ഞങ്ങൾ ഒരു മാസം ഉണ്ട് ഇത് കേൾക്കും മാഡം. ഞങ്ങൾ ഒരു മാസം ഉണ്ട് ഇത് കാണുന്നു. അത് ഒരു മാസം 8-9 കുട്ടികളെ പീഡിപ്പിച്ച്, അയാൾ എവിടെയൊക്കെ പീഡിപ്പിച്ച് അങ്ങനെയൊക്കെ പിടിച്ച് അതുകൊണ്ട് ഞങ്ങൾ കാണിക്കുന്നുണ്ട് എല്ലാവരും. ഞങ്ങൾക്ക് ഇവരുടെ ഇത് കണ്ട് ഞങ്ങൾക്ക് മടുത്ത്. ഞങ്ങൾ 300 രൂപ വെറുതെ കേബിളിന് കൊടുക്കാം. ഓക്കെ, ഒരു കാര്യം സംസാരിച്ചോട്ടെ. ഈ ഇത്രയും സമയം ഈ കാര്യം ചർച്ച ചെയ്ത് മാധ്യമങ്ങൾ ഇത് നിന്ന് കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് അയാൾ ഇപ്പൊ അറസ്റ്റിലായി ജയിലിനകത്ത് കിടക്കുന്നത്. അത് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടണം. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങളിത് നിർത്തും. ഞാനാണ് ഇവിടെ ഒരു വുമൻസ് വെൽഫെയറിന്റെ ലേഡിയായിട്ട് കഴിഞ്ഞല്ലോ. കഴിഞ്ഞെങ്കിൽ നിങ്ങൾ എന്തിനാണ് ദിലീപ് അങ്ങനെ ആക്കി? ദിലീപ് ഞങ്ങൾക്ക് ഇത് കാണണ്ട, നിർത്തും. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് കോടതി ശിക്ഷിക്കട്ടെ. നിങ്ങൾ ചാനൽ പറഞ്ഞ കാര്യങ്ങളല്ല ഇത്, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ല. ആ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളുടെ ഭാവനയൊന്നും ഇതിനകത്തില്ല. ഞങ്ങൾ സങ്കല്പിച്ചിട്ട് നിങ്ങളുടെ ഭാവനയുണ്ടോ, നിങ്ങളുടെ സങ്കല്പം ഉണ്ടോ അതല്ല. ഞങ്ങൾ അന്യനാട്ടിൽ ഞങ്ങൾക്ക് നാട്ടിലെ കുറച്ച് ന്യൂസുകളും നല്ല നല്ല കാര്യങ്ങൾ കാണുമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണ്. ആയിക്കോട്ടെ, ഞങ്ങള് പോലീസ് ആ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയ കാര്യങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പോലീസ് പറഞ്ഞ കാര്യങ്ങൾ 24 hours ഒരു ദിലീപിനെ അവിടെ കൊണ്ടുപോയി, ദിലീപിനെ ഇവിടെ കൊണ്ടുപോയി മറ്റടുത്ത്. ഞങ്ങൾക്കിത് കാണണ്ട. ഞങ്ങളൊന്നും ടി വി ഓഫ് ചെയ്യാണ്. ഗൗരവം ഉള്ളത് കൊണ്ടാണ് ആ സംഭവത്തിന് എന്തോ ഇതിലും നല്ല ഗൗരവങ്ങളൊന്നും. ഞാൻ ചോദിക്കട്ടെ, ഒരു സൗമ്യ ഹലോ, ഞാൻ അങ്ങോട്ടാ ഫോൺ ചെയ്തത്. മാഡം എന്റെ കേക്ക്. ഒരു സൗമ്യ അതിദാരുണമായിട്ട് കൊന്ന ഒരുത്തനെ അവനെ പോലും ഇങ്ങനെ കൊണ്ടുപോയില്ലല്ലോ. ഇവൻ ആരെ റേപ്പ് ചെയ്തോ? ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഗൂഢാലോചന ചെയ്തിട്ടുണ്ട്. അത് കോടതി അവന് കൊടുക്കട്ടെ ശിക്ഷ. അതിന് ഞങ്ങൾ സപ്പോർട്ടാണ്. പക്ഷെ നിങ്ങൾ ഒരു 1.5 മാസമായിട്ട് ഞങ്ങൾ ടി വി തുറന്ന ഉടനെ ഒരു ദിലീപ് ഒരു കാവ്യമാധവന്, ഒരു കാവ്യമാധവന് ഇതേ ഉള്ളോ ടി വിയില്? നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചാനൽ മാറ്റിക്കോ. ഞങ്ങൾ അന്യനാട്ടിൽ വന്നത് അപ്പൊ മനസ്സിലായി. നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായി. ഞങ്ങൾക്ക് നല്ല ഞങ്ങളുടെ ന്യൂസ് ആണ് നിങ്ങൾ. ഈ ദിലീപിന്റെ കുന്തത്തിനെ എടുത്ത് കളാം. മതി. ഞങ്ങൾക്ക് കണ്ടു മടുപ്പ് ഒരേ കാര്യങ്ങൾ തന്നെ. ഞങ്ങൾ അത് മാത്രമല്ല ചർച്ച ചെയ്തത്. നഴ്സുമാരുടെ സമരം ചർച്ച ചെയ്യുന്നുണ്ട്. KSRTCയിലെ പ്രശ്നം ചർച്ച ചെയ്യുന്നുണ്ട്. 90% നോക്കും. നിങ്ങളൊന്ന് ഇന്നത്തെ വാർത്ത എടുത്തു നോക്കും. എത്ര പ്രാവശ്യം ദിലീപ് എന്ന് പേര് വെട്ടിച്ചായിട്ടുണ്ട്. ദിലീപ് എന്ന് പറഞ്ഞ ഒരാളുടെ പേര് എത്ര പ്രാവശ്യം വെട്ടിച്ചായിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് നോക്കും ഇന്നത്തെ ഫുൾ ഡേ. സമ്മതിച്ചു. ഞങ്ങൾക്ക് കേൾക്കുന്ന നമുക്ക് മതിയായി. ഇതിലും വലിയ വലിയ കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നു. കേരളമല്ലേ, നമ്മുടെ കേരളമല്ലേ? ഓക്കെ, ഇതിലും വലിയ വലിയ കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ വലിയ വലിയ കാര്യങ്ങൾ ഞങ്ങൾ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല? നിങ്ങൾ യൂട്യൂബിൽ കയറി ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഞങ്ങൾ ഡെയിലി ഡെയിലി ഞാൻ 7:30 ഓഫീസിൽ നിന്ന് വന്നാലും ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസും ഏഷ്യാനെറ്റിലുള്ള എല്ലാ പ്രോഗ്രാം ഏഷ്യാനെറ്റ് തുടങ്ങിയ കാലം തൊട്ട് അതിനുശേഷമാണ് ഇത്രയും ചാനലുകൾ വന്നത്. അതെല്ലാം ഒഴിവാക്കിയിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് ഏഷ്യാനെറ്റിലെ എല്ലാ ചാനലും. മനസ്സിലായോ മാഡം? അത് മനസ്സിലാക്കണം. അത്രയും മടുത്തിട്ട് ഞാൻ ഫോൺ ചെയ്യുന്നത്. അത് മാഡം മനസ്സിലാക്കണം. 2 ആഴ്ചയാണ് ഈ പ്രശ്നം ചർച്ച ചെയ്തത്. അത് 2 ആഴ്ച ഞങ്ങൾക്ക് മടുത്തു മാഡം. ചർച്ച ചെയ്തത്
രണ്ടാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് മടുത്തു മേഡം, അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളല്ലോ നിങ്ങൾ ചെയ്തോ? നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ നോക്കാം. ഇന്ന് നേഴ്സുമാരുടെ സമരമായിരുന്നു ഇന്നത്തെ ചർച്ച, നിങ്ങൾ അത് കണ്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു 9 പിഞ്ചു കുട്ടികളെ പീഡിപ്പിച്ച ഒരു മാഷ് അവരെന്താ നിങ്ങൾ കാണിക്കാത്തെ? ഞങ്ങൾക്ക് അതുകൊണ്ട് ദേഷ്യം വന്നേ. പോയിട്ടുണ്ട്. നിങ്ങൾ വാർത്ത വെച്ച് നോക്കൂ, ആ വാർത്ത ഇവിടെ കൊടുത്തതാണ്. 9 കുട്ടികളെ പീഡിപ്പിച്ച് ഇത് കേൾക്കുന്നല്ല ഒരു ദിലീപ്, ഒരു കാവ്യ മാധവൻ, അവിടെ അമ്മ, ഇതൊന്നും ഞങ്ങൾക്ക് കാണണ്ട, ഞങ്ങൾക്ക് മടുക്കും. നിങ്ങൾക്ക് ഇന്ന് 10:30 നിങ്ങൾ FIR വെച്ച് നോക്കുക. നിങ്ങൾ പറഞ്ഞ വാർത്ത ഇല്ലേന്ന്, ആ വാർത്തയും പോകുന്നുണ്ട്. എല്ലാ വാർത്തകളും ഇതെന്തുവാ ഇത്? മനുഷ്യന് 300 രൂപ കൊടുത്തിട്ട് കേബിൾ കൊടുത്തിട്ട് പിള്ളേരെ വരെ നോക്കിയമ്മേ. ഇതെന്തോ ദിലീപിന്റെ വാർത്ത കാണാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ദിലീപിന്റെ നല്ല, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു വാർത്ത, നിങ്ങൾ നല്ല നല്ല വാർത്ത ഇപ്പോഴോണ്ട് ഞങ്ങൾ നിങ്ങളുടെ ചാനൽ കണ്ടോണ്ടിരുന്നത്. നല്ല നല്ല വാർത്തകൾ ഇപ്പോഴും കൊടുക്കാറുണ്ട്. നല്ല നല്ല വാർത്തകൾക്കൊന്നും ഒരു ദിലീപിനെ അവിടെ കൊണ്ടുപോയി, ദിലീപിനെ ഇവിടെ കൊണ്ടുപോയി, ദിലീപ് ഇവിടെ ഇരുന്നു, ദിലീപ് അവിടെ ഇരുന്നു, ദിലീപ് അവരോട് സംസാരിച്ച് എന്തിനാ മതി? ആരാ പുറത്തിരുന്ന് സംസാരിക്കുന്നു? പുറയിലിരുന്ന് സംസാരിക്കുന്ന മഹാൻ ആരാ? അവരോട് ചോദിക്കും, വീട്ടിലുള്ള പെണ്ണുമ്പിള്ള TV ഓഫ് ചെയ്യുവാന്ന്. നിങ്ങള്